Hello students, today we are going to start the third chapter of class 12, Current Electricity. Current Electricity എന്നുള്ള ചാപ്റ്റർ ലെങ്തി ആയിട്ടൊരു ചാപ്റ്ററാണ്. പല സെക്ഷൻസ് അതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ ഓരോ സെക്ഷൻസായിട്ട് നമ്മൾ പഠിക്കും, അതിൻ്റെ പ്രോബ്ലംസ് നമ്മൾ ചെയ്യും. കപ്പാസിറ്റൻസ് ഓൾറെഡി നമ്മൾ പഠിച്ചു, അതിൻ്റെ സർക്യൂട്ട്സ് നമ്മൾ അവിടെ പഠിച്ചിട്ടില്ല. കപ്പാസിറ്റൻസ് സർക്യൂട്ട് നമ്മൾ ഇവിടെ ആയിരിക്കും കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ന്യൂ ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റി. കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന ചാപ്റ്റർ നമ്മൾ എന്താണ് പഠിച്ചത്? ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിച്ചത് എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് സ്റ്റാറ്റിക് ചാർജസ് എന്നാണ് നമ്മൾ പഠിച്ചത്. ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് സ്റ്റാറ്റിക് ചാർജസ്. സ്റ്റാറ്റിക് ചാർജസിൻ്റെ ഒരു സ്റ്റഡിയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പറഞ്ഞിരുന്നു അല്ലേ? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമ്മൾ അതിൻ്റെ യൂണിറ്റ് വോൾട്ട് എന്ന് പറഞ്ഞു. അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞത് ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് ചാർജിനെ കൊണ്ടുവരാൻ, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാൻ വേണ്ട വർക്കാണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇവിടെ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ പൊട്ടൻഷ്യലിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ it is actually a kind of, current electricity definition, it is a kind of electric pressure എന്ന് പറയും. It is a kind of electric pressure that produces flow of charge or current in a circuit. Flow of charge or current in a circuit. ഇതാണ് നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക് പ്രഷർ പോലെയാണ്. ദാറ്റ് ഈസ് ആക്ച്വലി ദ റീസൺ ഫോർ ദ ഫ്ലോ ഓഫ് ചാർജസ്. കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ ഒരു സർക്യൂട്ടിനകത്തൂടെ ചാർജുകൾ ഫ്ലോ ചെയ്യുന്നു അല്ലേ? ആ ചാർജുകൾ ഫ്ലോ ചെയ്യുന്നതിനാണ് കറണ്ട് എന്ന് വിളിക്കുന്നത്. അതിന് വേണ്ടത് എന്താണ്? ഒരു പ്രഷർ ഡിഫറൻസ്, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അങ്ങനെ ഒരു ഇലക്ട്രിക് പ്രഷർ എന്ന ടേമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എങ്ങനെ നമുക്ക് ഫ്ലോ ഓഫ് ചാർജസിനെ ഡിഫൈൻ ചെയ്യാൻ നോക്കാം. എങ്ങനെയാണ് നമ്മൾ ഫ്ലോ ഓഫ് ചാർജ് എന്നൊരു കൺസെപ്റ്റ് പറയുന്നതെന്ന് നോക്കാം. നിങ്ങൾ ആദ്യം ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ സപ്പോസ് എൻ്റെ കയ്യിൽ ഒരു കണ്ടക്ടർ ഉണ്ട്. ഒരു കണ്ടക്ടർ, ഇതിനകത്തൂടെ കറണ്ട് കണ്ടക്ട് ചെയ്യും. ഈ കണ്ടക്ടറിനകത്ത് ദിസ് എൻ ഐസോലേറ്റഡ് കണ്ടക്ടറാണ്. കാര്യം ഈ കണ്ടക്ടറിന് ഞാനൊരു കണക്റ്റിംഗ് വയർ ഒന്നും കണക്ട് കൊടുത്തിട്ടില്ല. സോ ആൻ ഐസോലേറ്റഡ് കണ്ടക്ടറിനകത്ത് നമുക്ക് കണ്ടക്ഷൻ ഇലക്ട്രോൺസ് ഉണ്ടാവും. ആ ഇലക്ട്രോൺസ് ആണ് കറണ്ട് കണ്ടക്ട് ചെയ്യുന്നത്. സോ ഐസോലേറ്റഡ് കണ്ടക്ടറിനകത്ത് കണ്ടക്ഷൻ ഇലക്ട്രോൺസ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്കറിയാം ഒരു കണ്ടക്ടറിനകത്ത് ഇപ്പോൾ കോപ്പർ എന്ന് പറഞ്ഞൊരു കണ്ടക്ടർ ആണെങ്കിൽ അതിനകത്ത് കോപ്പർ പ്ലസ് അയോൺസ് ഉണ്ടാവും, കോപ്പർ മൈനസ് അയോൺസ് ഉണ്ടാവും. കോപ്പർ പ്ലസ് അയോൺസ് ആർ പോസിറ്റീവ് ചാർജസ് ആൻഡ് കോപ്പർ നെഗറ്റീവ് അയോൺസ് ആർ ഇലക്ട്രോൺസ്. സോ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിനല്ലേ ഫ്ലോ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫ്ലോ ഓഫ് ഇലക്ട്രോണിൻ്റെ ഫ്ലോയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ കറണ്ടിൻ്റെ ഫ്ലോ കൺസിഡർ ചെയ്യുന്നത്. സോ കൺവെൻഷനലി കറണ്ടിൻ്റെ ഡയറക്ഷൻ എടുക്കുമ്പോൾ ഇലക്ട്രോൺസിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ട് വേണം എടുക്കാൻ. അപ്പോൾ എന്താ അങ്ങനെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് 200, 300, 400 വർഷങ്ങൾക്ക് മുമ്പ് ഇലക്ട്രോൺ കണ്ടുപിടിച്ച സമയത്ത് കറണ്ടിൻ്റെ എക്സ്പെരിമെൻ്റ് ചെയ്തപ്പോൾ ആ എക്സ്പെരിമെൻറ്റിലൂടെ അന്ന് കൺവെൻഷനലി പറഞ്ഞു പോയ ഒരു ചെറിയ ഒരു ഐഡിയയാണ് ഇലക്ട്രോണിൻ്റെ ഫ്ലോയ്ക്ക് ഓപ്പോസിറ്റായിട്ട് കറണ്ടിനെ കൺസിഡർ ചെയ്യണമെന്ന്. നേരെ തിരിച്ചെടുത്താലും പ്രശ്നമില്ല. പക്ഷേ ഇത്രയും നാൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രോണിൻ്റെ ഫ്ലോയ്ക്ക് ഓപ്പോസിറ്റായിട്ട് കറണ്ടിൻ്റെ ഫ്ലോ എടുക്കുക എന്നുള്ള കൺവെൻഷണൽ ഒരു തിയറിയാണ്. അപ്പോൾ ആ തിയറിയെ ബ്രേക്ക് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ പറയാം ഇലക്ട്രോണിൻ്റെ അതേ ഫ്ലോയിൽ തന്നെ ഡയറക്ഷൻ എടുക്കണമെന്ന്. പക്ഷേ നമ്മൾ ഇതുവരെ പഠിച്ചു വെച്ച സർക്യൂട്ടുകൾ, കപ്പാസിറ്റൻസിലെ കാര്യങ്ങളെല്ലാം നമ്മൾ തലതിരിച്ച് പറയേണ്ടി വരും. അത് പറയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പോഴും അതേ കൺവെൻഷൻ യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയ്ക്ക് ഓപ്പോസിറ്റായിട്ട് നമ്മൾ എന്തിനെ കൺസിഡർ ചെയ്യുക? കറണ്ടിനെ കൺസിഡർ ചെയ്യുക ഇലക്ട്രോൺസ് ഉള്ള സമയത്ത്. ഓക്കെ, മനസ്സിലാക്കണം, ഇലക്ട്രോൺസ് ഉള്ള സമയത്ത്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ നെക്സ്റ്റ് പറയാൻ പോകുന്നത്, ഒരു കോമൺ കണ്ടക്ടർ നിങ്ങളെടുത്താൽ ഇതിനകത്ത് ഞാൻ പറഞ്ഞത് കോപ്പറാണ് അല്ലേ? അപ്പോൾ അത് ഇലക്ട്രോൺസ് ആണ്. അതുപോലെ തന്നെ ഒരു ബീം ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ ഫ്ലോ, അതും കറണ്ടാണ്.
അപ്പോൾ അവിടെ കറണ്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജിൻ്റെ ഫ്ലോ ആണ്. അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് ഫ്ലോ ഓഫ് ചാർജസ് ആണ്, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് അല്ല. ഫ്ലോ ഓഫ് പോസിറ്റീവ് ചാർജുകളാണെങ്കിൽ പോസിറ്റീവ് ചാർജിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ കറണ്ടിൻ്റെ ഡയറക്ഷൻ എടുത്തോളുക. ഇനി നെഗറ്റീവ് ചാർജ് കാരണമാണ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ആണ് അവിടെ മൂവ്മെൻ്റ് എങ്കിൽ ഇലക്ട്രോൺസിൻ്റെ ഡയറക്ഷൻ എന്താണോ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് കറണ്ടിൻ്റെ ഡയറക്ഷൻ എടുക്കുക. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യ സ്റ്റെപ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. So conventional current is always taken in the opposite direction of the flow of electrons. But if there are only positive charge carriers and if that positive charge carriers are responsible for the flow of current, then the direction of the positive charge carriers is exactly equal to the direction of the current. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു ചില കാര്യങ്ങൾ ഇവിടെ നോക്കുക. ഒന്നാമത്തെ കാര്യം ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഗ്യാസസ് ആൻഡ് ഇലക്ട്രോലൈറ്റ്സ്, ഗ്യാസുകളിലും ഇലക്ട്രോലൈറ്റുകളും കറണ്ട് ഉണ്ടാവാനുള്ള കാരണം കറണ്ട് ഈസ് ഡ്യൂ ടു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ആണ്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഗ്യാസുകളിലും ഇലക്ട്രോലൈറ്റുകളിലും. ഓക്കെ, ഇനി വേറൊരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും അത് എന്താണെന്നുള്ളത്. സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയും. ഓക്കെ, സെമി കണ്ടക്ടേഴ്സ് അവിടെ ചാർജ് ക്യാരിയേഴ്സ് ആർ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ഒരു വേക്കൻറ്റ് സ്പേസ്. അപ്പോൾ സെമി കണ്ടക്ടറിൽ ചാർജ് ക്യാരിയേഴ്സ് ആരാണ്? ഇലക്ട്രോൺസും ഹോൾസും. കണ്ടക്ടറിൽ ആരാണ്? ഇലക്ട്രോൺസ്. ഇനി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് എന്തിൽ വരും? ഗ്യാസുകളിലും ഇലക്ട്രോലൈറ്റിലും വരും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മെറ്റലുകളിൽ എന്താണ്? ഇലക്ട്രോൺസ് ആണ് ചാർജ് ക്യാരിയേഴ്സ്. മെറ്റലുകളിൽ എന്താണ്? ഇലക്ട്രോൺസ് ആണ് ചാർജ് ക്യാരിയേഴ്സ്. ഇനി ഇവിടെ ഒരു കാര്യം നോക്കുക. ഇങ്ങനെ ഒരു കണ്ടക്ടറിൻ്റെ ക്രോസ് സെക്ഷൻ എടുക്കുക. ഓക്കെ, കണ്ടക്ടറിൻ്റെ ക്രോസ് സെക്ഷൻ. ഈ കണ്ടക്ടറിൽ കൂടെ ഒരു പോസിറ്റീവ് ചാർജ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു. Q എന്ന പോസിറ്റീവ് ചാർജ് ഫ്ലോ ചെയ്യുന്നു. ഓക്കെ, അതേ ഡയറക്ഷനിൽ തന്നെ ഇതിന് ഞാൻ Q1 എന്ന് കൊടുത്തു, ഇതിന് ഞാൻ Q2 എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് എ നെഗറ്റീവ് ചാർജ്. അപ്പോൾ നമ്മളൊരു പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഡയറക്ഷനിലായിരിക്കും കറണ്ട് I1 ട്രാവൽ ചെയ്യുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലായിരിക്കും കറണ്ട് I2 ട്രാവൽ ചെയ്യുന്നത്. സോ ഇവിടുത്തെ നെറ്റ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് എടുക്കണം. ഇവിടുത്തെ നെറ്റ് കറണ്ട് എന്ന് പറഞ്ഞ് എന്തെടുക്കണം? ഡിഫറൻസ് എടുക്കണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടുത്തെ നെറ്റ് ചാർജ് ഫ്ലോ ചോദിച്ചാൽ നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? Q1 മൈനസ് Q2 എന്ന് എടുക്കാവുള്ളൂ. നെറ്റ് ചാർജ് ഫ്ലോ എന്താണ്? Q1 മൈനസ് Q2. കാര്യം കറണ്ട് നമ്മൾ നോക്കുമ്പോൾ നെറ്റ് കറണ്ട് കണ്ടുപിടിക്കാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് വരുന്നത്. അപ്പോൾ നെറ്റ് ചാർജ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? Q1 മൈനസ് Q2 ആണ്. ഇത് നിങ്ങൾ നോക്കുക. ഈ ഒരു കണ്ടക്ടർ എടുക്കുക. ഇവിടെ Q1 പോസിറ്റീവ് ചാർജ് കൊടുക്കുക. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ Q2 നെഗറ്റീവ് ചാർജും കൊടുക്കുക. ഇനി കറണ്ട് ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ ഇതെന്താണ്? I1 ആണ് അല്ലേ? ഇത് നെഗറ്റീവ് ചാർജാണ്. നെഗറ്റീവ് ചാർജിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ എന്താണ്? I2. അപ്പോൾ ഇവിടുത്തെ നെറ്റ് ചാർജ് എന്ന് പറയുന്നത് എന്താണ്? I1 പ്ലസ് I2 ആണ്. അപ്പോൾ നിങ്ങളിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജ് കാണാൻ Q1 പ്ലസ് Q2 എടുക്കുക. സോ നെറ്റ് ചാർജ് എന്താണ്? Q1 പ്ലസ് Q2. മറന്നു പോകരുത്. അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ നെറ്റ് ചാർജ് കാണാൻ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഓക്കെ, ഒരു പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് സെയിം ഡയറക്ഷനിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ നെറ്റ് ചാർജ് കാണാൻ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. മനസ്സിലായല്ലോ? കാര്യം കറണ്ടിൻ്റെ ഡയറക്ഷൻ വെച്ചിട്ടാണ് ആ തിയറി ഞാൻ പറഞ്ഞത്. ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ? ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു കാര്യം കൂടെ നമുക്കിവിടെ നോക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് കാര്യം ഇവിടെ നോക്കിക്കോളുക. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ പറഞ്ഞൊരു തിയറി വെച്ചിട്ട് ഒരു ചെറിയൊരു ന്യൂമറിക്കൽ നമുക്കിവിടെ ട്രൈ ചെയ്ത് നോക്കാം. കറണ്ട് എന്ന ചാപ്റ്ററിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ഓരോ തിയറി പറയുമ്പോഴും ഓരോ ന്യൂമറിക്കൽ നോക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം നമുക്ക്. നിങ്ങളിങ്ങനെ ഒരു കണ്ടക്ടർ കൺസിഡർ ചെയ്യുക. ഈ കണ്ടക്ടറിനകത്ത് 6 ഇലക്ട്രോൺ ഈ ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്നുണ്ട്. 3 ആൽഫ പാർട്ടിക്കിൾ ഈ ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്നുണ്ട്. സോ 6 ഇലക്ട്രോൺ. അപ്പോൾ നമുക്ക് നോക്കാം. 6 ഇലക്ട്രോൺ ഈ ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്നുണ്ട് അല്ലേ? 3 ആൽഫ പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഒരു ആൽഫ പാർട്ടിക്കിളിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു ആൽഫ പാർട്ടിക്കിളിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 2 ടൈംസ് ഇലക്ട്രോണിൻ്റെ ചാർജാണ്. ഒരു ആൽഫ പാർട്ടിക്കിളിൻ്റെ ചാർജ് എന്താണ്? 2 ടൈംസ് ഇലക്ട്രോണിൻ്റെ ചാർജാണ്. മറക്കരുത്, ഒരു ആൽഫ പാർട്ടിക്കിളിൻ്റെ ചാർജ് 2 ടൈംസ് ഇലക്ട്രോണിൻ്റെ ചാർജ്. ഒരു പ്രോട്ടോണിൻ്റെ ചാർജ് എന്താണ്? സെയിം ചാർജ് ഓഫ് ഇലക്ട്രോൺ ബട്ട് ഓപ്പോസിറ്റ് സൈൻ. അതൊന്നും മറന്നു പോരുത്. അപ്പോൾ അത് ഞാൻ വേറെ എല്ലാ കാര്യങ്ങളും കൂടെ എഴുതി തരാം. അതിപ്പോൾ നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നോക്കുക. 3 ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ 3 × 2 = 6e ആണല്ലേ?
അപ്പോൾ നമുക്കിവിടെ എന്ത് വരും 6e ആണല്ലേ. അപ്പോൾ 6e. സോ ദിസ് ഈസ് നെഗറ്റീവ് ചാർജ് ആൻഡ് ദിസ് ഈസ് പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് എങ്ങനെയാണ് ഇവിടെ ട്രാവൽ ചെയ്യുന്നത്? ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് ട്രാവൽ ചെയ്യുന്നത്. എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ഡിറക്ഷൻ. സോ വാട്ട് ഇസ് ദ നെറ്റ് ചാർജ്? ദ നെറ്റ് ചാർജ് ഈസ് നത്തിങ്. ഇറ്റ് ഈസ് q1 പ്ലസ് q2 ദാറ്റ് ഈസ് 6e പ്ലസ് 6e ദാറ്റ് ഈസ് 12 ഇൻറ്റു ഇ. സോ ടോട്ടൽ ചാർജ് ഈസ് 12e. ഈൻ്റെ ചാർജ് നിങ്ങൾക്കറിയാം അല്ലേ, 1.6 ഇൻറ്റു 10⁻⁻19 കൂളമ്പാണ്. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം നമ്മളിവിടെ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഈ നെക്സ്റ്റ് കാര്യത്തിലേക്ക് പോവാം. എപ്പോഴും നിങ്ങളിത് മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ കറണ്ട് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് പഠിക്കണം. ഓക്കെ, കറണ്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് ഫ്ലോയും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. കറണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, കറണ്ട് എന്താണ്? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. കാര്യം എന്താ? കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി ആണ്. ദ ടോട്ടൽ ചാർജ് ഫ്ലോയിങ് ഡിവൈഡ് ബൈ ടൈം ആണ്. ചാർജ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. സോ കറണ്ട് ഈസ് ഓൾസോ എ സ്കെയിലാർ ക്വാണ്ടിറ്റി. സോ കറണ്ട് എന്താണ്? സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട്, കറണ്ടിന് എന്തുണ്ട്? ഡയറക്ഷൻ ഉണ്ട്. കറണ്ടിന് ഡയറക്ഷൻ ഉണ്ടെങ്കിലും നമ്മൾ അതിനെ വെക്ടറാക്കി കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കറണ്ടിന് ഡയറക്ഷൻ ഉണ്ടെങ്കിലും അതിനെ നമുക്ക് വെക്ടറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കാരണം ഞാനിവിടെ പറഞ്ഞു തരാം, നിങ്ങളിവിടെ നോക്കുക. അതായത് ഒരു ജംഗ്ഷൻ നിങ്ങളിവിടെ കൺസിഡർ ചെയ്യുക. ഈ ജംഗ്ഷനിലേക്ക് ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ഓക്കെ, ആ കറണ്ടിന് എന്ത് വിളിച്ചു? 5 ആംപിയർ ആണ്. ആ കറണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. എത്ര? 3 ആംപിയറും 2 ആംപിയറുമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഈ ആംഗിളിനെ ഞാൻ 60 ഡിഗ്രി എന്ന് വിളിച്ചു. അപ്പോൾ കറണ്ട് വെക്റ്റർ ആണെങ്കിൽ വെക്റ്റർ അഡീഷൻ പോസിബിൾ ആണ് അല്ലേ. സോ വെക്റ്റർ അഡീഷൻ പോസിബിൾ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ നോക്കാം, രണ്ട് വെക്റ്റർ 60 ഡിഗ്രി ആംഗിളിലാണ്. അപ്പോൾ 3a ദ ഹോൾ സ്ക്വയർ പ്ലസ് 2a ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 3a ഇൻറ്റു 2a ഇൻറ്റു cos 60 ഈസ് 1/2. അപ്പോൾ നമുക്ക് നോക്കാം, 13a സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 6 12 1/2 6a സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് √19a സ്ക്വയർ എന്ന് വരും. √90 ദാറ്റ് ഈസ് √19 ഇൻറ്റു a എന്നാണ് വരുന്നത്. തെറ്റല്ലേ? കാര്യം ഇവിടുത്തെ മൊത്തം കറണ്ട് എത്രയാണ്? 5 ആംപിയർ ആണ്. 5 ആംപിയർ ആണ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ 3ഉം 2ഉം എന്താ ശരിക്കും പറഞ്ഞാൽ 3ഉം 2ൻ്റെ റിസൾട്ടിന് 5 ആയേ പറ്റുള്ളൂ. ജംഗ്ഷനിലേക്ക് കയറിയ കറണ്ട് 5 ആണെങ്കിൽ ഇറങ്ങി പോകുന്ന കറണ്ടും 5 ആവണം. അപ്പോൾ 3ഉം 2ഉം കൂടെ നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. സോ വെക്റ്റർ ലോസ് ഓഫ് അഡീഷൻ ഉപയോഗിച്ചിട്ടാണ് വെക്റ്റർ ആഡ് ചെയ്യുന്നത്. കറണ്ട് വെക്റ്റർ ആണെങ്കിൽ നമ്മൾ വെക്റ്റർ ലോസ് ഓഫ് അഡീഷൻ ഉപയോഗിക്കണം. അങ്ങനെയാണെങ്കിൽ 3ഉം 2ഉം കൂടെ നമുക്ക് ആഡ് ചെയ്താൽ 5 കിട്ടണം. പക്ഷെ കിട്ടത്തില്ല. കാര്യം 3ഉം 2ഉം ഒരേ ഡയറക്ഷനിലാണെങ്കിൽ മാത്രമേ വെക്റ്റർ വെച്ച് 3 + 2 5 എന്ന് എഴുതാൻ പറ്റൂ. 3ഉം 2ഉം ഒരു ആംഗിളിലാണ് കിടക്കുന്നത്. സോ വെക്റ്റർ ലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അഡീഷൻ ഓഫ് ലോ, പാരലോഗ്രാം ലോ ഉപയോഗിച്ച് ഞാനിവിടെ ചെയ്തിരിക്കുകയാണ്. √(a² + b² + 2ab cos θ. ആ ഒരു ഫോർമുല ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ വെക്ടർ ആയിരിക്കണം. അപ്പോൾ ഞാൻ കറണ്ട് വെക്ടർ ആണെന്ന് അസ്യൂം ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഈ ഫോർമുല ഉപയോഗിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം മൊത്തത്തിൽ തെറ്റാണ്. കാര്യം 9 13 പിന്നെ 6ഉം കൂടെ വരുമ്പോഴേക്കും നമുക്ക് എന്താണ് വരുന്നത്? 2 ക്യാൻസൽ ആയി പോയി. അപ്പോൾ 6 കറക്റ്റാണ്. 6 √19a എന്നാണ് കിട്ടിയത്. √19 എന്ന് പറഞ്ഞാൽ ഒരിക്കലും 5 അല്ല. സോ അത് മീൻസ് നമ്മൾ തെറ്റി. അപ്പോൾ കറണ്ട് ഒരിക്കലും എന്തല്ല? വെക്റ്റർ അല്ല. വെക്റ്റർ ലോസ് ഓഫ് അഡീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾക്കാരെ വെക്റ്റർ എന്ന് വിളിക്കാൻ പറ്റൂ. സോ വെക്റ്റർ ആണെന്ന് കരുതി വെക്റ്റർ ലോസ് ഓഫ് അഡീഷൻ സാറ്റിസ്ഫൈ ചെയ്തപ്പോൾ തെറ്റി. ആൻസർ മുഴുവൻ തെറ്റി. സോ കറണ്ട് ഇസ് നോട്ട് എ വെക്റ്റർ ക്വാണ്ടിറ്റി ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് ഒബേ വെക്റ്റർ ലോസ് ഓഫ് അഡീഷൻ. അതായത് കറണ്ട് പോകുന്ന വയറുകൾ, ആ വയറുകൾ ഏത് ആംഗിളിലാണ് ഇരിക്കുന്നതെങ്കിലും ആ രണ്ട് കറണ്ടും കൂടെ നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, രണ്ട് കറണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കാൻ ആഡ് ചെയ്യാണ്. സോ കറണ്ട് ഓൾവേസ് ഗെറ്റ്സ് ആഡഡ് അപ്പോൺ. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ആംഗിൾ ബിറ്റ്വീൻ ദ വയേഴ്സ് ക്യാരിയിങ് ദം. കറണ്ട് ക്യാരി ചെയ്യുന്ന വയറിൻ്റെ ആംഗിളുകളെ ഒരു കാരണവശാലും കറണ്ട് ഡിപ്പെൻഡ് ചെയ്യില്ല. സോ കറണ്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കണം. ഇറ്റ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി ഈവൻ ദോ ഇറ്റ് ഹാസ് ഡിറക്ഷൻ. മനസ്സിലായോ? സോ കറണ്ട് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മൾ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്കിവിടെ നോക്കാം. കറണ്ട് നമ്മൾ എഴുതുന്നത്, കറണ്ട് ഒരു പർട്ടിക്കുലർ സമയത്തെ കറണ്ടിനെ ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് എന്ന് എഴുതാം. എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട്? ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ടിൻ്റെ ഫോർമുല നമുക്കിങ്ങനെ എഴുതാം, dq/dt. സോ I is equal to dq/dt എന്ന് എഴുതിയാൽ dq = I dt എന്ന് എഴുതാം. ടോട്ടൽ ചാർജ് ഇൻ്റഗ്രൽ dq ആണ്, അത് q ആണ്. q ഇന്റഗ്രൽ I dt എന്ന് നമുക്ക് എഴുതാം.
ഓക്കെ ആണല്ലോ. സോ അങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് എഴുതുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ നോക്കാം. നെക്സ്റ്റ് കാര്യം ഇവിടെ ശ്രദ്ധിച്ചോളുക. I is equal to Q by T ആണ്. Q എന്താണ്? NE by T ആണ്. Q എന്താണ്? NE by T. ഇനി ഇവിടെ നോക്കുക, ഒരു സർക്കുലാർ പാത്തിൽ കൂടെ ഒരു ഇലക്ട്രോൺ ട്രാവൽ ചെയ്യുന്നു. ഒരു സർക്കുലാർ പാത്തിൽ കൂടെ ഒരു ഇലക്ട്രോൺ ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ കറണ്ട് എന്താ ഫോർമുല എന്താണ്? E by T ആണ് അല്ലേ? കറണ്ട് ഫോർമുല എന്താണ്? E by T. ഇവിടെ ചാർജാണ്, ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ ആണ്. അപ്പോൾ എന്താണ്? E by T. ഇനി 1 റെവല്യൂഷൻ ആണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ടി എന്ന് പറയുന്ന ആളുടെ പേര് എന്തെന്ന് കൊടുക്കേണ്ടി വരും? ടൈം പീരീഡ് എന്ന് കൊടുക്കേണ്ടി വരും. എന്ത് കൊടുക്കേണ്ടി വരും? ടൈം പീരീഡ് കൊടുക്കേണ്ടി വരും. സോ I is equal to എന്താണ്? E by ടൈം പീരീഡ്. ഒരു റെവല്യൂഷൻ ആണെങ്കിൽ ഇതിൽ നമുക്ക് E ഇൻറ്റു 1 by ടൈം പീരീഡ് എന്ന് കൊടുക്കാം. 1 by ടൈം പീരീഡ് ആരാണ്? ഫ്രീക്വൻസിയാണ്. സോ കറണ്ടിനെ E ഇൻറ്റു എഫ് എന്ന് എഴുതാം. സർക്കുലാർ പാത്തിൽ ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ. ഒരു ഇലക്ട്രോൺ ആയതുകൊണ്ടാണ് E എന്ന് കൊടുത്തത്. എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അതുകൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം. ക്ലിയർ ആണല്ലോ. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു, ഇലക്ട്രോണിൻ്റെ ചാർജ് നമ്മൾ എടുക്കുന്നത്, ഒരു ഇലക്ട്രോൺ എടുത്താൽ അതിൻ്റെ ചാർജ് നമ്മൾ E ആയിട്ടും അതിൻ്റെ മാസ് M ആയിട്ടും എടുത്തു. പ്രോട്ടോണിൻ്റെ ചാർജ് പ്ലസ് E ആയിട്ട് എടുക്കണം. അതിൻ്റെ മാസ് ഓഫ് പ്രോട്ടോൺ, ദിസ് ഈസ് മാസ് ഓഫ് ഇലക്ട്രോൺ. ഇനി ഡ്യൂട്രോൺ ആണ് എടുക്കുന്നതെങ്കിൽ ചാർജ് പ്ലസ് E ആണ്, മാസ് 2 ടൈംസ് മാസ് ഓഫ് പ്രോട്ടോൺ ആണ്. ആൽഫ പാർട്ടിക്കിൾ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 2 ടൈംസ് E ആണ്, പ്ലസ് 2E ആണ്, മാസ് 4 ഇൻറ്റു മാസ് ഓഫ് പ്രോട്ടോൺ ആണ്. ഇങ്ങനെ ചോദിച്ചാൽ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് പറയുന്ന അടുത്ത കാര്യം നോക്കാം. അടുത്ത കാര്യം, സോ നമുക്ക് നെക്സ്റ്റ് സെഷനിലേക്ക് പോവാം. നെക്സ്റ്റ് സെഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കൺസെപ്റ്റാണ്. അതിൻ്റെ പേര് കറണ്ട് ഡെൻസിറ്റി എന്നാണ്. എന്താണ്? കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കേട്ടോ. സോ മറക്കണ്ട, കറണ്ട് ഡെൻസിറ്റി. അപ്പോൾ എന്താണ് കറണ്ട് ഡെൻസിറ്റി എന്ന് നോക്കണം. കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു കണ്ടക്ടർ കൺസിഡർ ചെയ്താൽ ഇതൊക്കെ ഈ കണ്ടക്ടറിൻ്റെ ക്രോസ് സെക്ഷനാണ് അല്ലേ? ഇതൊക്കെ എന്താണ്? കണ്ടക്ടറിൻ്റെ ക്രോസ് സെക്ഷനാണ്. ഈ കണ്ടക്ടറിൻ്റെ ക്രോസ് സെക്ഷൻസിൽ കൂടെയാണ് ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഇലക്ട്രോണിൻ്റെ ഡയറക്ഷൻ തൽക്കാലം ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്ത് ഫ്ലോ ചെയ്യുന്നത്? കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. സോ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഞാൻ എന്ത് കൊടുത്തു? I എന്നും കൊടുത്തു. സോ ഈ I എന്ന് പറയുന്ന കറണ്ട്, ഓക്കെ, ഈ I എന്ന് പറയുന്ന കറണ്ട് ഓരോ ക്രോസ് സെക്ഷനിൽ കൂടെ കടന്നു പോവുകയാണ്. ഈ I എന്ന് പറയുന്ന കറണ്ട് ഓരോ ക്രോസ് സെക്ഷനിൽ കൂടെ കടന്നു പോവുകയാണ്. ഈ ക്രോസ് സെക്ഷനിൽ കൂടെ പോകുന്ന കറണ്ട് തന്നെയായിരിക്കും ഈ ക്രോസ് സെക്ഷനിൽ കൂടെ പോകുന്ന കറണ്ടും. അതിലൊരിക്കലും യാതൊരു വ്യത്യാസവും വരാൻ പോകുന്നില്ല. സോ നമ്മളിവിടെ പറയാൻ പോകുന്നത് കറണ്ട് ഡെൻസിറ്റി എന്താണെന്ന് വച്ചാൽ, കറണ്ട് ഡെൻസിറ്റി ഈസ് നത്തിങ്, അതിൻ്റെ സിമ്പൽ J ആണ്. ദറ്റ് ഈസ് I by A എന്നെടുക്കണം. I by A. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ എടുക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ കറണ്ട് ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലറായിട്ട് വേണം ഏരിയ ഇരിക്കാൻ, അല്ലെങ്കിൽ ഏരിയയ്ക്ക് പെർപെൻഡിക്കുലറായിട്ട് വേണം കറണ്ട് ട്രാവൽ ചെയ്യാൻ. അപ്പോൾ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ഷുഡ് ബി പെർപെൻഡിക്കുലർ ടു ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഓർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഷുഡ് ബി ടേക്കൺ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട്. അതാണ് കറണ്ട് ഡെൻസിറ്റി എന്ന കൺസെപ്റ്റിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. J is equal to I by A എന്നാണ് നമ്മൾ എഴുതുന്നത്. സോ ഇൻസ്റ്റൻറ്റേനിയസ്ലി Jനെ എനിക്ക് എങ്ങനെ എഴുതാം? DI by DA, അല്ലെങ്കിൽ ആവറേജ് കറണ്ട് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എനിക്ക് ഡെൽറ്റ I by ഡെൽറ്റ A എന്ന് എഴുതാം. ആവറേജ് കറണ്ട് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കാം? ഡെൽറ്റ I by ഡെൽറ്റ A എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ അതാണ് കറണ്ട് ഡെൻസിറ്റിയുടെ കൺസെപ്റ്റ്. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ഏരിയ എങ്ങനെ എടുക്കണം? ഡയറക്ഷൻ ഓഫ് കറണ്ടിന് പെർപെൻഡിക്കുലറായിട്ട് എടുക്കണം. ഓക്കെ, ഏരിയ വെക്റ്റർ എന്നുള്ള ടേമാണ് പറയാൻ പോകുന്നത്. ഇനി വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് വേറൊരു കാര്യം ഇവിടെ പറഞ്ഞു തരാം. ഇവിടെ നോക്കുക, ഇങ്ങനെ ഒരു ഏരിയ നിങ്ങളെടുത്താൽ
ഇങ്ങനെയാണ് കറണ്ട് ട്രാവൽ ചെയ്യുന്നത്. ഇങ്ങനെയാണ് കറണ്ട് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഏരിയ, അപ്പോൾ കറണ്ട് ട്രാവൽ ചെയ്യുന്നതിന് ഏത് ഏരിയ എടുക്കണം? പെർപെൻഡിക്കുലർ ഏരിയ എടുക്കണം അല്ലേ? കറണ്ട് ട്രാവൽ ചെയ്യുന്നതിന് പെർപെൻഡിക്കുലർ ഏരിയ എടുക്കണം. അപ്പോൾ നമ്മൾ ആക്ച്വലി ഈ ഏരിയയാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഏരിയ വേണം കൺസിഡർ ചെയ്യാൻ. മനസ്സിലായല്ലോ? അപ്പോൾ ഞാൻ എന്താ ഇവിടെ വരയ്ക്കാം. ഇതാണ് നമ്മുടെ ശരിക്കുള്ള ഏരിയ. പക്ഷെ നമ്മൾ എടുക്കേണ്ടത് ഈ ഏരിയ ആണ്. അപ്പോൾ ഈ ആംഗിൾ എന്താണ്? തീറ്റ. അപ്പോൾ ഇത് എ ആണെങ്കിൽ ഇതാരായിരിക്കും? എ കോസ് തീറ്റ എടുക്കണം. എന്താണ്? എ കോസ് തീറ്റ. സോ വാട്ട് ഈസ് ജെ? ജെ ഇസ് ഈക്വൽ ടു ഐ ബൈ എ കോസ് തീറ്റ. സോ ജെ ഇസ് ഈക്വൽ ടു എന്താണ്? ഐ ബൈ എ കോസ് തീറ്റ. മനസ്സിലായോ? ഇനി അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ സെക്ഷൻ നോക്കുക. ഇത് ഐ ആണ്. നമ്മൾ ഏരിയ വെക്റ്റർ എന്നൊരു ടേം വരയ്ക്കണം. എന്താണ്? ഏരിയ വെക്റ്റർ. ഏരിയ വെക്റ്റർ എന്നൊരു ടേം വരയ്ക്കുമ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ഇതിപ്പോൾ ഞാൻ ഇവിടെ ചെയ്തത് ശരിക്കും ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഏരിയയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. കറണ്ടിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കി അതിന് പെർപെൻഡിക്കുലറായിട്ട് ഒരു ഏരിയ ഞാൻ വരച്ചു. അപ്പോൾ ആ ഏരിയ എ അല്ല, അതാരാണ്? എ കോസ് തീറ്റയാണ്. അതിന് പകരമായിട്ട് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഏരിയ എടുക്കുക. ആ ഏരിയയ്ക്ക് പെർപെൻഡിക്കുലറായിട്ട് കണ്ടോ, ഈ ഏരിയയ്ക്ക് പെർപെൻഡിക്കുലറായിട്ടല്ല ഞാൻ ഈ സാധനം വരച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനത് വരച്ചു. അപ്പോൾ ആ ആംഗിൾ നമുക്ക് നോക്കാം. ആ ആംഗിൾ ഉറപ്പായിട്ട് എന്തായിരിക്കും? തീറ്റ ആയിരിക്കും. കാര്യം ഈ രണ്ട് ആംഗിൾ ഇവിടെ നോക്കുക. ഇതാണ് ഇതാണ് ഇത്. ഈ ആംഗിൾ എന്താണ്? തീറ്റ. ഈ രണ്ട് ലൈൻ തമ്മിലുള്ള ആംഗിൾ തീറ്റയാണെങ്കിൽ അവരുടെ നോർമൽസ് തമ്മിലുള്ള ആംഗിളും തീറ്റയായിരിക്കും. നോക്കുക, ഈ ലൈനിൻ്റെ നോർമലാണ് ഇത്, ഈ ലൈനിൻ്റെ നോർമലാണ് ഇത്. അപ്പോൾ രണ്ടും എന്താണ്? തീറ്റ. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? എ ആണ്. കിട്ടിയല്ലോ. ഇത് നമുക്ക് നോക്കാം. ജെ ഇസ് ഈക്വൽ ടു ഐ ബൈ എ കോസ് തീറ്റ ആണ് എടുത്തത്. എന്താണ്? ജെ ഇസ് ഈക്വൽ ടു നമ്മൾ എന്താ എടുത്തത്? ഐ ഡിവൈഡഡ് ബൈ എ കോസ് തീറ്റ. അപ്പോൾ വാട്ട് ഈസ് ഐ? What is I? I is equal to J into A cos theta, or I is equal to J dot A എന്ന് എഴുതാം. മനസ്സിലായല്ലോ? I equal to എന്താണ്? J dot A. മനസ്സിലായോ? അപ്പോൾ ഏരിയ വെക്റ്റർ എന്ന ടേം വരുമ്പോൾ നമ്മൾ I എന്ന് പറയുന്ന സാധനം കറക്റ്റ് സ്കെയിലറായി മാറി. കാര്യം J ഒരു വെക്റ്ററാണ്, കറണ്ട് ഡെൻസിറ്റി ഒരു വെക്റ്ററാണ്, ഏരിയ ഒരു വെക്റ്ററാക്കി ഇവിടെ എടുക്കുകയാണ്, ഏരിയ വെക്റ്റർ. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. രണ്ട് വെക്റ്ററുകളുടെ ഡോട്ട് പ്രൊഡക്റ്റ് എപ്പോഴും സ്കെയിലർ ആയേ പറ്റുള്ളൂ. സോ വാട്ട് ഈസ് ഐ? ജെ ഡോട്ട് എ. വാട്ട് ഈസ് ജെ ഡോട്ട് എ? ജെ ഇൻറ്റു എ ഇൻറ്റു കോസ് തീറ്റ. വാട്ട് ഈസ് എ കോസ് തീറ്റ? എ കോസ് തീറ്റ ഈസ് എ സർഫസ് ഏരിയ. എ കോസ് തീറ്റ ഈസ് എ സർഫസ് ഏരിയ വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു ദ ഡിറക്ഷൻ ഓഫ് ദ കറണ്ട്. എ കോസ് തീറ്റ ഈസ് ദ സർഫസ് ഏരിയ വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു ദ ഡിറക്ഷൻ ഓഫ് ദ കറണ്ട്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. I is equal to J cos theta can be written as J cos theta into A. But what is J cos theta? J cos theta is a perpendicular component of current density in the direction of area. What is A cos theta? It is a perpendicular component of area in the direction of. Okay, it is a, what is A cos theta? It is a perpendicular component of area in the direction of current. What is J cos theta? J cos theta is a perpendicular component of current density in the direction of area. അപ്പോൾ what is current density? Sorry, what is current? J dot A or JA cos theta or JA cos theta. മറക്കണ്ട. അപ്പോൾ നമുക്ക് അതിനെ ഡിഫറൻഷ്യൽ ഫോമിൽ എഴുതാം. DI is equal to എന്താണ്? DI is equal to J dot DA. Or di is equal to j into dA cos theta, or integral di is equal to I, that is j dA cos theta. J dA cos theta, very important concept. Okay, നിങ്ങൾ ഇവിടെ നോക്കുക, ഇങ്ങനൊരു കണ്ടക്ടർ എടുത്താൽ ഇതൊക്കെ ഏരിയയാണ് അല്ലേ? ഇതിൽ കൂടെ പോകുന്നത്, ഇതിൽ കൂടെ പോകുന്നു, ഇതിൽ കൂടെ പോകുന്നു, ഇതിൽ കൂടെ പോകുന്നു ഒക്കെ കറണ്ടിൻ്റെ ഡെൻസിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും. ക്ലിയർ ആണോ? മനസ്സിലായോ? കറണ്ട് വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ഇതിൽ കൂടെ പോകുന്ന കറണ്ട് ഡെൻസിറ്റി സെയിം അല്ല, ഇവിടെയൊക്കെ കറണ്ട് ഡെൻസിറ്റി എന്താണ്? ഡിഫറൻ്റ് ആണ്. കാര്യം കറണ്ട് ബൈ ഏരിയ ആണ്. ഓക്കെ, സോ കറണ്ട് സെയിം ആയിരിക്കും, പക്ഷേ കറണ്ട് ഡെൻസിറ്റി പല ഏരിയകളിൽ ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു സെക്ഷനിലെ കറണ്ട് ഡെൻസിറ്റി അല്ല മറ്റൊരു സെക്ഷനിലെ കറണ്ട് ഡെൻസിറ്റി, പക്ഷേ രണ്ട് സെക്ഷനിലെയും കറണ്ടിൻ്റെ വാല്യൂ എന്താണ്? സെയിം. കറണ്ട് ഡെൻസിറ്റി ഇസ് ഐ ബൈ എ.
എല്ലാ സെക്ഷനിലും ഡിഫറൻ്റ് ആണ്, പക്ഷേ കറണ്ട് ഒരിക്കലും ഡിഫറൻ്റ് അല്ല, കറണ്ട് സെയിം ആണ്. അപ്പോൾ നമ്മൾ കറണ്ട് ഡെൻസിറ്റിയുടെ കൺസെപ്റ്റാണ് നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞു നിർത്തിയത്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ കറണ്ട് ഡെൻസിറ്റിയുടെ കൺസെപ്റ്റ് വരെ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാം. നെക്സ്റ്റ് സെക്ഷൻ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കണ്ടക്ടറിനുള്ളിലെ കറണ്ടാണ്. കണ്ടക്ടറിനുള്ളിലെ കറണ്ട് ആണ് നമ്മൾ പറയാൻ പോകും. ഇപ്പോൾ ഇവിടെ നോക്കാം. കറണ്ട് ഇൻസൈഡ് എ കണ്ടക്ടർ. കണ്ടക്ടറിനുള്ളിലെ കറണ്ട്. അതായത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി സ്റ്റേറ്റഡ് ആസ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് in the flow of electrons in the background of ions ആണ്. ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് അയോൺസ്. കാരണം കോപ്പർ കണ്ടക്ടർ എടുത്താൽ കോപ്പർ പ്ലസ് അയോൺസ് ഉണ്ട്, പക്ഷേ കറണ്ട് കണ്ടക്ട് ചെയ്യുന്നത് കോപ്പറിൽ ഇലക്ട്രോൺസ് ആണ്. സോ ദാറ്റ് ഈസ് ആക്ച്വലി ദ മോഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇൻസൈഡ് ദ കണ്ടക്ടർ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് പോസിറ്റീവ് അയോൺസ്. സോ അതാണ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ഇനി കണ്ടക്ടറിനകത്ത് കറണ്ടിൻ്റെ കണ്ടീഷൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അതിലാദ്യം പറയാൻ പോകുന്നത് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആബ്സെൻസിൽ കണ്ടക്ടറിനുള്ളിൽ കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കൺസെപ്റ്റാണ്. ഇവിടെ നോക്കുക, ഇതൊരു മെറ്റാലിക് കണ്ടക്ടറാണ് എങ്കിൽ ഇതിനകത്ത് കറണ്ട് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? എനിക്ക് ഷോക്ക് അടിക്കും. പക്ഷേ ഇതൊരു മെറ്റാലിക് കണ്ടക്ടറാണ്, പക്ഷേ ഇതിൽ കറണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് ഷോക്ക് അടിക്കാത്തത്. പക്ഷേ ഇതിനകത്ത് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ഉണ്ട്. സോ ഇതിനകത്ത് എന്തുണ്ട്? ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ഉണ്ട്, പക്ഷേ കറണ്ട് ഇല്ല. അപ്പോൾ നമുക്കിവിടെ നോക്കാം അതെന്താ സംഭവം എന്നുള്ളത്. അതായത് STP നോർമൽ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ ഇലക്ട്രോൺസ് ഇൻ ആൻ ഐസൊലേറ്റഡ് കണ്ടക്ടർ ആർ ഇൻ റാൻഡം മോഷൻ. ഓക്കെ, സിമിലർ ടു കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. അതിനകത്തുള്ള മോളിക്യൂൾസ് റാൻഡം മോഷനിലായിരിക്കും അണ്ടർ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ആൻഡ് ദിസ് എനർജി ഈസ് നോൺ ആസ് തെർമൽ എനർജി. ആ എനർജിയുടെ പേരാണെന്ത്? തെർമൽ എനർജി. ആൻഡ് ദ മോഷൻ ഈസ് സിക്സാഗ് റാൻഡം മോഷൻ. അതിനർത്ഥം ഒരു കണ്ടക്ടറിനകത്ത് ഇപ്പോൾ ഇങ്ങനൊരു കണ്ടക്ടർ എടുത്താൽ ഈ കണ്ടക്ടറിനകത്തുള്ള ഇലക്ട്രോൺ ഈ ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഈ കണ്ടക്ടറിലുള്ള ഇലക്ട്രോൺ ഈ ഡയറക്ഷനിൽ ട്രാവൽ ചെയ്തു, ഇത് ഈ ഡയറക്ഷനിൽ ട്രാവൽ ചെയ്തു, ഇത് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്തു. എന്ന് വെച്ചാൽ ഒരെണ്ണം +x ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുമ്പോൾ മറ്റൊന്ന് -x ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുമ്പോൾ നെറ്റ് വാല്യൂ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻസൽ ആവുകയാണ്. അതിനർത്ഥം മോഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മോഷൻ ഉണ്ട്, പക്ഷേ നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഈച്ച് ആൻഡ് എവറി മോളിക്യൂൾ ഇൻസൈഡ് എ കണ്ടക്ടർ 0 ആണ്. സോ നെറ്റ് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടോ? ഇല്ല. സോ നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് അവിടെ എന്താണ്? 0 ആണെന്ന് മനസ്സിലാക്കണം. വിത്തൗട്ട് ദ ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രോൺസിന് മോഷൻ ഉണ്ട് അല്ലേ, പക്ഷേ സ്പീഡുണ്ട്, വെലോസിറ്റി ഇല്ല. ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. അപ്പോൾ നമുക്കിവിടെ പറയാം നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ എന്താണ്? 0 ആണ്. നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 0. ആ സ്പീഡിൻ്റെ പേര് തെർമൽ സ്പീഡെന്നാണ്. ആ സ്പീഡിൻ്റെ പേര് തെർമൽ സ്പീഡെന്നാണ്. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, തെർമൽ എനർജി ഉള്ളതുകൊണ്ട് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? കൊളീഷൻ നടത്തും. ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? കൊളൈഡ് ചെയ്യും. ഇലക്ട്രോൺസ് വിൽ കൊളൈഡ്. സോ ഇലക്ട്രോൺസ് കൊളൈഡ് ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രോൺ മറ്റൊരു ഇലക്ട്രോണിൽ ചെന്ന് ഇടിച്ചു, പിന്നെ അടുത്ത ഇലക്ട്രോണിൽ ചെന്ന് ഇടിച്ചു. അപ്പോൾ ഒരു കൊളീഷൻ നടന്നു, അടുത്ത കൊളീഷൻ നടന്നു. അപ്പോൾ കൊളീഷൻ നടക്കുന്നതിനിടയിലുള്ള സമയം, അതിനിടയിലുള്ള ഡിസ്റ്റൻസ്, ഇതൊക്കെ നമ്മളിവിടെ പറയേണ്ടി വരും.
രണ്ട് സക്സസീവ് കൊളീഷൻ ഇടയ്ക്ക് ഇലക്ട്രോൺ കവർ ചെയ്ത ഡിസ്റ്റൻസിനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് വിത്തൗട്ട് ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കണം. ഇലക്ട്രിക് ഫീൽഡ് ഇല്ല എങ്കിൽ ഇലക്ട്രോൺസ് തമ്മിൽ കൊളൈഡ് ചെയ്യും. രണ്ട് സക്സസീവ് കൊളീഷൻ്റെ ഇടയ്ക്കുള്ള സമയത്തിൻ്റെ പേര് റിലാക്സേഷൻ ടൈം എന്നും അതിനിടയ്ക്ക് ട്രാവൽ ചെയ്ത സ്ട്രെയിറ്റ് ലൈൻ പാത്തിൻ്റെ പേര് എന്താണ്? മീൻ ഫ്രീ പാത്ത് എന്ന് പറയും. സോ നമുക്ക് രണ്ട് ടേംസ് വന്നു, മീൻ ഫ്രീ പാത്ത് ആൻഡ് റിലാക്സേഷൻ ടൈം. അത് കൈനറ്റിക് തിയറി നമ്മൾ പഠിച്ചതാണ്. So mean free path is average straight line distance traveled for an electron in between two successive collisions. ഒന്ന്. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, the time taken between two successive collisions is known as relaxation time. So mean free path and relaxation time, ഈ രണ്ട് കൺസെപ്റ്റും ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി അടുത്ത കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, തിയറി അനുസരിച്ച് തെർമൽ സ്പീഡിൻ്റെ വാല്യൂ ഞാൻ എഴുതി തരാം. 10⁶ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ബട്ട് ദ തെർമൽ സ്പീഡ് ചേഞ്ചസ് വിത്ത് മെറ്റീരിയൽ. ഓരോ മെറ്റീരിയലിലും ഓരോ സ്പീഡായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓരോ മെറ്റീരിയലിനകത്തും ഓരോ സ്പീഡായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതാണ് തെർമൽ സ്പീഡിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ അപ്പോൾ മനസ്സിലായി, കണ്ടക്ടറിനുള്ളിൽ കറണ്ട് ഇല്ല ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്തപ്പോൾ. പക്ഷേ എന്തുണ്ട്? മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. നെറ്റ് ഡിസ്പ്ലേസ്മെൻ്റ് അവിടെ 0 ആണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. ഇനി പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചോളുക. ഇനി പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ്. ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചോളുക. ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ എന്ത് സംഭവിക്കും നോക്കാം. ഇതൊരു കണ്ടക്ടർ എടുക്കുക. ഈ കണ്ടക്ടറിനെ ഞാൻ കണക്ട് ചെയ്തു. ഇലക്ട്രിക് ഫീൽഡ് വേണമെങ്കിൽ ഒരു ബാറ്ററി വേണം കേട്ടോ. ബാറ്ററിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഒരു ബാറ്ററി കണക്ട് ചെയ്താൽ പോസിറ്റീവ് വോൾട്ടേജ് ഇതാണ്. ഓക്കെ, ഇവിടെ ഞാൻ V എന്ന് കൊടുത്തു, ഇവിടെ 0 എന്ന് കൊടുക്കും. സോ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബാറ്ററീസ് V - 0. ഇത് V ആണെങ്കിൽ ഇതും V ആണ്, ഇതും V ആണ്. സോറി, ഇത് V അല്ല, ഇത് 0 ആണ്, ഇതും 0 ആണ്, ഇത് V ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി പറയാൻ പോകുന്ന കാര്യം ഇവിടെ ശ്രദ്ധിച്ചോളുക. അപ്പോൾ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കണ്ടക്ടർ V - 0 ആൻഡ് വാട്ട് ഈസ് ദ ലെങ്ത് L അല്ലേ? അപ്പോൾ നമുക്കറിയാം വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു V/L. ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ കുറയും. സോ പൊട്ടൻഷ്യൽ ഇവിടെ കുറയുകയാണ് അല്ലേ? ഈ ഡയറക്ഷനിൽ പൊട്ടൻഷ്യൽ കുറയുകയാണ്. അപ്പോൾ ഈ ഡയറക്ഷനിലായിരിക്കണം എന്ത്? ഇലക്ട്രിക് ഫീൽഡ്. സോ ഈ ഡയറക്ഷനിലായിരിക്കണം ഇലക്ട്രിക് ഫീൽഡ്. വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം, ഈ ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ്. നിങ്ങൾ മറക്കരുത്, ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വരച്ചു. സോ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വരച്ചു കഴിഞ്ഞു. അപ്പോൾ ആ ഡയറക്ഷനിലായിരിക്കണം എക്സ്റ്റേണൽ സർക്യൂട്ടിലെ കറണ്ട്. സോ ആ ഡയറക്ഷനിലായിരിക്കണം എക്സ്റ്റേണൽ സർക്യൂട്ടിലെ കറണ്ട്. ആ കറണ്ടിനെ ഞാൻ I എന്ന് വിളിച്ചു. ഓക്കെ, ഇനി നോക്കുക, ഇവിടെയൊക്കെ ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യുന്നത്. ഇലക്ട്രിക് ഫീൽഡ്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ത് ട്രാവൽ ചെയ്യുന്നത്? ഇലക്ട്രോൺ ട്രാവൽ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? സോ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇലക്ട്രോൺ ട്രാവൽ ചെയ്യും. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ആക്ച്വലി കൊളീഷൻ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കൊളീഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ്. രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ആക്ച്വലി രണ്ട് തരത്തിലുള്ള ഫോഴ്സുകളാണ് ഇലക്ട്രോൺ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? QE ആണ്. മറ്റൊരു ഫോഴ്സ് റെസിസ്റ്റീവ് ഫോഴ്സ് ആണ്. ആ റെസിസ്റ്റീവ് ഫോഴ്സിനെ KV എന്ന് വിളിച്ചു. റെസിസ്റ്റീവ് ഫോഴ്സ് എന്ത് വിളിച്ചു? KV. V ഈസ് ദ വെലോസിറ്റി. സോ രണ്ട് ഫോഴ്സുകളുടെ കോമ്പിനേഷനിലാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്? ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് സംഭവിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഇല്ലായിരുന്നെങ്കിൽ നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്, വെലോസിറ്റി ഇല്ല. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത് കൊണ്ട് there is a velocity which helps the electrons to move from one part of the conductor to another part of the conductor, and that velocity is known as drift velocity. So that velocity is known as എന്താണ്? ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയും. മറന്നു പോകരുത്, ആ വെലോസിറ്റിയുടെ പേരാണ് എന്ത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി. സോ ഡ്രിഫ്റ്റ് വെലോസിറ്റി is a velocity that is actually provided by the electric field. അപ്പോൾ the path is not a straight line, it's a curved or zigzag ആണ്.
അതായത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആപ്ലിക്കേഷൻ ഇല്ലായിരുന്നെങ്കിൽ പാത്ത് സ്ട്രൈറ്റ് ലൈൻ ആണ് രണ്ട് കൊളീഷൻ്റെ ഇടയിൽ. ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസ് വരുമ്പോൾ ദ പാത്ത് വിൽ ബി സിക്സാഗ് ഓർ കർവ്ഡ് ആണ്. സോ ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വാട്ട് ഇസ് ദ പാത്ത് ഓഫ് ദ ഇലക്ട്രോൺ? സിക്സാഗ് ഓർ കർവ്ഡ്. ഇൻ ദ ആബ്സൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വാട്ട് ഇസ് ദ പാത്ത് ഓഫ് ദ ഇലക്ട്രോൺ? ഇറ്റ് ഈസ് എ സ്ട്രൈറ്റ് ലൈൻ. സോ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്നൊരു കൺസെപ്റ്റാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി? ഇറ്റ് ഈസ് എ വെലോസിറ്റി വിച്ച് ഹെൽപ്സ് ഇലക്ട്രോൺസ് ടു ഡ്രിഫ്റ്റ് ഫ്രം വൺ പാർട്ട് ഓഫ് ദ കണ്ടക്ടർ ടു അനദർ പാർട്ട് ഓഫ് ദ കണ്ടക്ടർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ അതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്നൊരു കൺസെപ്റ്റ്. ഇനി നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന കാര്യം വളരെ ശ്രദ്ധിച്ചിരിക്കുക. സോ ദർ ഇസ് എൻ ആക്സിലറേഷൻ. വാട്ട് ഇസ് ആക്സിലറേഷൻ? ആക്സിലറേഷൻ ഈസ് നെറ്റ് ഫോഴ്സ് ബൈ മാസ്. QE മൈനസ് KV ബൈ മാസ്. ഇതാണ് ആക്സിലറേഷൻ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ആക്സിലറേഷൻ ഉള്ളതുകൊണ്ട് ആക്സിലറേഷൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. ആക്സിലറേഷൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ KV എന്ന ടേമും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയേ QE മൈനസ് KV അല്ലേ? QE മൈനസ് KV എന്നുള്ള ടേം നോക്കുക. QE മൈനസ് KV എന്ന കൺസെപ്റ്റ് നോക്കുക. QE മൈനസ് KV നിങ്ങളിവിടെ നോക്കിയാൽ QE മൈനസ് KV, ഇതിനകത്ത് QE ഒരു കോൺസ്റ്റൻ്റ് ആണല്ലേ, പക്ഷേ KV കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ആക്സിലറേഷൻ ഉള്ളത് കൊണ്ട് വെലോസിറ്റി കൂടും. അപ്പോൾ KV എന്ത് ചെയ്യും? കൂടും. സോ ഫസ്റ്റ് ടേമായ QE അനങ്ങുന്നില്ല, സെക്കൻഡ് ടേമായ KV കൂടുന്നുണ്ട്. അപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിയുമ്പോൾ QEയും KV എന്താവും? ഈക്വൽ ആവും. QEയും KVയും ഈക്വൽ ആവും. അപ്പോൾ നമുക്ക് എഴുതാം ആഫ്റ്റർ സം ടൈം QE ഈക്വൽ ടു എന്ത് കൊടുക്കാം? KV എന്ന് കൊടുക്കാം. QE ഈക്വൽ ടു KV. സോ ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് പേജ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു QE ഈക്വൽ ടു എന്തായി? KV എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. QE ഈക്വൽ ടു KV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ഫോഴ്സ് ഇവിടെ എന്താണ്? 0 ആണ്. അപ്പോൾ വാട്ട് ഈസ് V? V ഈസ് ഈക്വൽ ടു QE ബൈ K. എന്താണ്? V ഈസ് ഈക്വൽ ടു QE by K. Okay, Q is a constant, electric field is a constant, K is a constant, and that velocity is known as drift velocity VD. That velocity is known as drift velocity VD. That is a constant velocity. Such velocity is known as drift velocity. Okay, so V is equal to Q by K into electric field. Okay, so what is Q by K? Q by K is represented as mu into E, and that mu is known as mobility. What is mu? Mu is known as mobility. So mu is equal to V drift velocity by electric field. ഒരു യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന വെലോസിറ്റിയുടെ പേരാണ് ഒരു യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് കാരണം ഉണ്ടാകുന്ന ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ പേരാണ് മൊബിലിറ്റി. സോ മൊബിലിറ്റി ഈസ് വാട്ട്? മൊബിലിറ്റി ഈസ് നത്തിങ്, ഇറ്റ് ഈസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ബൈ ഇലക്ട്രിക് ഫീൽഡ്. മറന്നു പോകേണ്ട, മൊബിലിറ്റി ഈസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ബൈ ഇലക്ട്രിക് ഫീൽഡ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ മൊബിലിറ്റി എന്നൊരു കൺസെപ്റ്റ് വരെ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ സ്പീഡ്. തെർമൽ സ്പീഡ് 10⁻⁶ എന്ന് പറഞ്ഞു. ഇത് നോട്ട് ചെയ്യണം. ഡ്രിഫ്റ്റ് വെലോസിറ്റി സ്പീഡ് 10⁻² m/s. ഓക്കെ, അപ്പോൾ നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി പറഞ്ഞു, മൊബിലിറ്റി പറഞ്ഞു. ഇനി വേറെ ഒരു സെക്ഷൻ ഇവിടെ പറയുകയാണ്. ഓക്കെ, നമ്മൾ എന്തായാലും പറഞ്ഞു ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിലും കൊളീഷൻ ഉണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇത് മോളിക്യൂള്, ഇലക്ട്രോൺ, ഇതും ഇലക്ട്രോൺ. ഓക്കെ, ഈ ഇലക്ട്രോണായിട്ട് കൊളൈഡ് ചെയ്തു, ഈ ഇലക്ട്രോണായിട്ടും കൊളൈഡ് ചെയ്തു. അപ്പോൾ ഇവിടെ ആക്ച്വലി ഈ കൊളീഷൻ ഇടയ്ക്ക് ഒരു ടൈമുണ്ട്. ആ ടൈമിൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞു. ആ ടൈമിൻ്റെ പേരെന്താ? റിലാക്സേഷൻ ടൈം. ബ്ലാക്ക് ഇലക്ട്രോൺ റെഡ് ഇലക്ട്രോണായിട്ട് ആദ്യം ഇടിച്ചു, പിന്നെ ബ്ലൂ ഇലക്ട്രോണായിട്ട് ആദ്യം ഇടിച്ചു. അതിനിടയ്ക്കുള്ള ടൈമിൻ്റെ പേരാണ് എന്ത്? റിലാക്സേഷൻ ടൈം. ക്ലിയർ ആണല്ലോ? എന്താണ് റിലാക്സേഷൻ ടൈം? ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ ഒരു ചെറിയ കൺസെപ്റ്റ് മനസ്സിലാക്കണം. അതായത് ഇടി നടന്നു കഴിഞ്ഞാൽ, ഇലാസ്റ്റിക് കൊളീഷൻ ആയത് ഇടി നടന്നു കഴിഞ്ഞാൽ, ആ സ്പോട്ടിൽ ഇടി നടന്നു കഴിഞ്ഞ് തൊട്ടടുത്ത് നമ്മൾ പറയുന്ന വെലോസിറ്റി 0 ആണെന്നാണ്. ഓക്കെ, ഇടി നടന്നു കഴിഞ്ഞാൽ വെലോസിറ്റി 0. അപ്പോൾ ഇവിടെ ഇടി നടന്നു കഴിഞ്ഞു. ഇടി നടന്നു കഴിയുമ്പോൾ ഇവിടുത്തെ വെലോസിറ്റി U ഈക്വൽ ടു എന്താണ്? 0. ഇനി അടുത്തത് ഈ പോയിന്റിലാണ്. ഈ പോയിന്റിൽ ഇടി കടഞ്ഞ വെലോസിറ്റി എന്താവും? 0. അപ്പോൾ ഞാനിവിടെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇടി നടക്കുന്നതിന് മുമ്പുള്ള വെലോസിറ്റി ഞാൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് വിളിച്ചു. സോ രണ്ട് സക്സസീവ് കൊളീഷൻ. ആദ്യത്തെ ഇടി നടന്നു കഴിയുമ്പോഴേക്ക് ആ സ്പോട്ടിലെ വെലോസിറ്റി 0 ആക്കി എടുക്കുക. അടുത്തത് ഇടിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള വെലോസിറ്റിയെ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മളിവിടെ ഇക്വേഷൻ എഴുതാൻ നോക്കാം. V ഈസ് ഈക്വൽ ടു എന്താണ്? U + AT.
V is drift velocity, U is the initial velocity, that should be taken as 0. So Vd is equal to 0 plus, what is acceleration? Acceleration is, what is QE by M? QE by M into T is relaxation time, or Vd is equal to minus EE by M into tau. Very very important equation. മൈനസ് കൊടുത്ത് ഇലക്ട്രോണിൻ്റെ സൈൻ നെഗറ്റീവ് ആയതുകൊണ്ടാണ്. ഇലക്ട്രോണിൻ്റെ സൈൻ നെഗറ്റീവ് ആയതുകൊണ്ടാണ്. അത് മാത്രമല്ല ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ട്രാവൽ ചെയ്യുള്ളൂ? ഇലക്ട്രോൺ ട്രാവൽ ചെയ്യുള്ളൂ. സോ വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി? ദ ഡയറക്ഷൻ ഓഫ് ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി is always opposite to the direction of the electric field. The direction of electric field in the opposite direction ആയിരിക്കും direction of drift velocity. If the charge is positive, minus E കൊടുക്കണ്ട, പ്ലസ് E കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഡയറക്ഷനും ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷനും എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആർ സെയിം ഇഫ് ദ ചാർജ് ഈസ് പോസിറ്റീവ് ആൻഡ് ദ ചാർജ് നെഗറ്റീവ് ആണ് എങ്കിൽ ദ ഡയറക്ഷൻ ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആസ് വെൽ ആസ് ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ഓപ്പോസിറ്റ്. അപ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. നമ്മളിവിടെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഫോർമുല നമ്മളിവിടെ പറഞ്ഞു. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഫോർമുല എന്താണ്? മൈനസ് ഇഇ ബൈ എം ഇൻറ്റു ടോ എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ നമ്മളിവിടെ പറഞ്ഞു. സോ നമുക്കിനി നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം. നെക്സ്റ്റ് സെക്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറണ്ടിനെ നമ്മൾ ഇത് വെച്ച് ഡിറൈവ് ചെയ്യാണ്. ഓക്കെ, കറണ്ടിന് ഇത് വെച്ച് ഡിറൈവ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് കറണ്ടിന് ഇത് വെച്ച് ഡിറൈവ് ചെയ്യാം. അതിനു മുമ്പ് കറണ്ടിന് ഇത് വെച്ച് ഡിറൈവ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യം ഇവിടെ നോക്കുക. ഓക്കെ, ഈ ഒരു കണ്ടക്ടർ നിങ്ങളിവിടെ കൺസിഡർ ചെയ്യുക. ഈ ഒരു ക്രോസ് സെക്ഷൻ നിങ്ങളിവിടെ കൺസിഡർ ചെയ്യുക. കുറച്ച് നേരം കഴിഞ്ഞിട്ടുള്ള ക്രോസ് സെക്ഷൻ ഇതാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഇവിടുത്തെ ഇലക്ട്രോൺ ഡെൻസിറ്റിയെ, ഓക്കെ, ഈ കണ്ടക്ടറിനകത്തുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റിയെ എൻ എന്ന് വിളിച്ചോളുക. ഇലക്ട്രോണിൻ്റെ എണ്ണമല്ല എൻ, ഇലക്ട്രോൺ ഡെൻസിറ്റിയാണ്. വാട്ട് ഈസ് ഇലക്ട്രോൺ ഡെൻസിറ്റി? ഇലക്ട്രോൺ ഡെൻസിറ്റി ഈസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. സോ വാട്ട് ഈസ് യൂണിറ്റ്? n മീറ്റർ റേസ് ടു -3. സോ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇവിടെ n മീറ്റർ റേസ് ടു -3 ആണ്. ഒരു ക്രോസ് സെക്ഷൻ 1 എന്ന ക്രോസ് സെക്ഷൻ, ഓക്കെ, പിന്നെ അടുത്ത ക്രോസ് സെക്ഷൻ 2 എന്ന ക്രോസ് സെക്ഷൻ ആഫ്റ്റർ 1 സെക്കൻഡ്. അപ്പോൾ സപ്പോസ് നിങ്ങളിവിടെ മനസ്സിലാക്കുക, ഈ ഡയറക്ഷനിലാണ് കറണ്ട് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഈ ഡയറക്ഷനിലാണ് ഇലക്ട്രോൺ ട്രാവൽ ചെയ്യുന്നത്. സോ ഇതിങ്ങനെ എടുത്തു. ഓക്കെ, സോ ഇത്രയും ഡിസ്റ്റൻസ് 1 സെക്കൻഡിൽ മൂവ് ചെയ്യുമെന്ന് വിചാരിക്കുക. ഓക്കെ, 1 സെക്കൻഡിൽ മൂവ് ചെയ്ത ഡിസ്റ്റൻസ്, 1 സെക്കൻഡിൽ മൂവ് ചെയ്ത ഡിസ്റ്റൻസ് അല്ലെങ്കിൽ 1 സെക്കൻഡിൽ മൂവ് ചെയ്ത ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ പേര് വെലോസിറ്റി എന്നാണ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ 1 സെക്കൻഡ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ 1 സെക്കൻഡിൻ്റെ പേര് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ എഴുതുകയാണ്, വോളിയം ട്രാപ്ഡ് ബിറ്റ്വീൻ 1 ആൻഡ് 2 1 2 തമ്മിലുള്ള വോളിയം എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. ഏരിയ ഇൻറ്റു ലെങ്ത്. ഇതിൻ്റെ ക്രോസ് സെക്ഷൻ എ ആണെങ്കിൽ എ ഇൻറ്റു ലെങ്ത് ഇവിടെ ആരാണ്? ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പോൾ വോളിയം കിട്ടിയില്ലേ? അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ n ഇൻറ്റു വോളിയമാണ്. n ഇൻറ്റു വോളിയം. വാട്ട് ഈസ് n? n ഈസ് ഇലക്ട്രോൺ ഡെൻസിറ്റി. n എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ക്യൂബിലുള്ള ഇലക്ട്രോൺസ്. അപ്പോൾ ടോട്ടൽ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആ വോളിയമാണ്. അപ്പോൾ വോളിയം ബിറ്റ്വീൻ 1 ആൻഡ് 2 എന്ന് പറഞ്ഞാൽ n ഇൻറ്റു വോളിയം എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ? എന്നിൻ്റെ യൂണിറ്റ് എന്താ? മീറ്റർ റേസ് ടു -3. വോളിയത്തിൻ്റെ എന്താ? മീറ്റർ റേസ് ടു 3. കട്ടായിപ്പോയി. സോ ദിസ് ഈസ് NaVd. NaVd. നൗ ഐ എം ഗോയിങ് ടു ഫൈൻഡ് ടോട്ടൽ ചാർജ്. ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ Q ആണ്. Q Ne അല്ലേ? Q എന്താണ്? Ne. സോ Q is equal to Ne. അപ്പോൾ ടോട്ടൽ ചാർജ് Q is equal to Ne ആണ് അല്ലേ? N ഇൻറ്റു E. കിട്ടിയില്ലേ? അപ്പോൾ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ Ne ആണ്. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, ലാസ്റ്റ് സ്ലൈഡ് നോക്കിയാൽ ഈ n എന്ന് ഉദ്ദേശിക്കുക n ഡാഷ് എന്ന് കൊടുക്കുക. ഓക്കെ, n ഡാഷ് E എന്ന് കൊടുക്കുക. എന്താണ്? n ഡാഷ് E എന്ന് കൊടുക്കുക. n ഡാഷ് മീൻസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. വാട്ട് ഈസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്? n ഇൻറ്റു വോളിയം. വാട്ട് ഈസ് വോളിയം? A ഇൻറ്റു Vd ഇൻറ്റു E. ഓക്കെ, സോ വാട്ട് ഈസ് Q? NeAVd. നൗ വി ഹാവ് ടു ഫൈൻഡ് കറണ്ട്. വാട്ട് ഈസ് കറണ്ട്? ചാർജ് പെർ യൂണിറ്റ് ടൈം. ചാർജ് പെർ യൂണിറ്റ് ടൈം, ദാറ്റ് ഈസ് ഓൾസോ NaEAVd. കാരണം എന്താണ്? 1 സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യരുത്. ഓക്കെ, 1 സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിന് ഓൾറെഡി ഞാൻ
അവിടെ ടൈം യൂസ് ചെയ്തിരുന്നു. ഓക്കെ, എസ് ബൈ ടി എന്ന് ഓൾറെഡി ഞാൻ യൂസ് ചെയ്തിരുന്നു. ആ എസ് ബൈ ടി ഞാൻ ഡയറക്റ്റ് ഡയറക്റ്റ് ഞാൻ ഡ്രിഫ്റ്റ് വെലോസിറ്റിയാണ് എടുത്തത്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ Q is equal to NEA ഇൻറ്റു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നാണ് എടുത്തത്. ഈ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഓക്കെ, ദിസ് ഈസ് Q ബൈ ടി, ദറ്റ് ഈസ് ആക്ച്വലി കറണ്ട്. ഓക്കെ, സോ കറണ്ടിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. എന്താണ് ഇക്വേഷൻ? NEA VD. വാട്ട് ഈസ് VD? ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഓക്കെ, വി യും ഡിയും രണ്ട് ടേം അല്ല, സിംഗിൾ ടേം ആണ്. സോ കറണ്ടിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി NEA VD. മറന്നു പോകണ്ട, കറണ്ടിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി NEA VD. അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു, കറണ്ടിൻ്റെ വാല്യൂ NEA VD. അപ്പോൾ നോക്കാം, I is equal to NEA VD. Okay, so current density is equal to I by area, so NEVD. so current density നമുക്ക് എന്ത് കിട്ടി? NEVD എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാം, I is equal to NE ഇൻറ്റു ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഫോർമുല എന്താ? NE by M. I by A is equal to current density E by M into tau. So I is equal to N E square E tau by M, or N E square V tau by ML. Electric field is replaced as V by L. Electric field is replaced as V by L. അപ്പോൾ നമുക്ക് കറണ്ടിൻ്റെ പുതിയ ഇക്വേഷൻ കിട്ടി. N E square V tau N L. ഒരു എന്തുകൂടെ ഉണ്ട്? ഏരിയ കൂടെ വരും. ഓക്കെ, ഒരു എന്തുകൂടെ വരും? ഏരിയ. കാര്യം I ആണ് ഇവിടെ. J ആണെങ്കിൽ ഓക്കെ, കറക്റ്റാണ്. സോ J കറണ്ട് ഡെൻസിറ്റി I by A, അത് ആദ്യം എഴുതി. പിന്നെ I കണ്ടുപിടിച്ചു. അപ്പോൾ ഇൻറ്റു A കൂടെ ചെയ്യുക. അപ്പോൾ N E സ്ക്വയർ V tau A by ML. സോ കറണ്ട് ഡെൻസിറ്റിയുടെ ഫോർമുല നമ്മൾ പറഞ്ഞു. ഇനി കറണ്ടിൻ്റെ ഫോർമുല നമ്മൾ ഇങ്ങനെ എഴുതണം, N E സ്ക്വയർ, വാട്ട് ഈസ് V? വോൾട്ടേജ്. അടുത്തത് റിലാക്സേഷൻ ടൈം, അടുത്തത് ഏരിയ, അടുത്തത് മാസ്, അടുത്തത് കണ്ടക്ടറിൻ്റെ ലെങ്ത്. സോ NE സ്ക്വയർ V tau A by ML. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. NE സ്ക്വയർ V tau A by ML. അപ്പോൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് നമുക്കിനി പോകാം. അപ്പോൾ കറണ്ടിൻ്റെ അടുത്തൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഇനി നിങ്ങൾക്ക് ചെറിയൊരു കാര്യം ഞാൻ പണ്ട് പഠിച്ചൊരു റീകളക്ഷൻ നടത്തുകയാണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയും. അക്കോർഡിംഗ് ടു, ഞാനിപ്പോൾ ജസ്റ്റ് ബ്രീഫായിട്ട് പറയുകയാണ്, നമ്മൾ നെക്സ്റ്റ് സെക്ഷൻ അതിലേക്ക് തന്നെയാണ് പോകുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു ഓംസ് ലോ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെൽറ്റ വി പ്രപ്പോർഷണൽ ടു I ആണ്, അല്ലേ? അപ്പോൾ ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു IR ആണ്. ഓക്കെ, ഓർ I ഇസ് ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ വി ബൈ R ആണ്. ഇവിടെ ഡെൽറ്റ വി V - 0 ആയിട്ട് എടുക്കുക. അപ്പോൾ V by R എന്ന് ഞാൻ കൊടുത്തു. അപ്പോൾ I ഇസ് ഈക്വൽ ടു എന്താണ്? V by R എന്ന് നമ്മൾ എഴുതി. I ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? V by R. മറക്കണ്ട. ഓക്കെ, ഇനി നിങ്ങൾ വേറൊരു കാര്യം ഇവിടെ നോക്കുക. നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി, ഓക്കെ, ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഫോർമുല എന്തായിരുന്നു? E by M ആയിരുന്നു, ഇൻറ്റു എന്തായിരുന്നു? ടോ, അല്ലേ? E by M ഇൻറ്റു ടോ ആയിരുന്നു. ഇതിന് നമുക്ക് V ടു ബൈ ML എന്നെഴുതാം. ഇതിനർത്ഥം ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ലെങ്ത് എന്നാണ്. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ലെങ്ത്. സോ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ മെറ്റീരിയൽ. മറക്കണ്ട, ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ പറയും. നെക്സ്റ്റ് കാര്യത്തിലേക്ക് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ ചെയ്യുന്നു, ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു മൊബിലിറ്റി ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ്. അതൊരു ഇക്വേഷൻ എഴുതി.
പിന്നെ കറണ്ട് ഡെൻസിറ്റിയുടെ ഒരു ഫോർമുല നമ്മൾ എഴുതിയിരുന്നു, NE/VD എന്നും നമ്മൾ എഴുതിയിരുന്നു അല്ലേ. J is equal to NE, VDക്ക് പകരം എനിക്ക് എന്ത് കൊടുക്കാം, mu into E എന്ന് കൊടുക്കാം, mu into E. എന്നിട്ട് ഈ NE മ്യൂവിനെ ഞാൻ സിഗ്മ എന്ന് കൊടുത്തു. അപ്പോൾ വാട്ട് ഈസ് J ഈക്വൽ ടു സിഗ്മ E. J എന്താണ്, സിഗ്മ E. എന്നിട്ട് സിഗ്മയെ ഞാനൊരു പേരിട്ട് വിളിച്ചു. ഓക്കെ, സിഗ്മയെ ഞാൻ ഒരു പേര് ഇട്ട് വിളിച്ചു. ഓക്കെ, ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കണം, സിഗ്മയെ ഞാൻ വിളിക്കുന്ന പേര്, ഓക്കെ, സിഗ്മയെ വിളിക്കുന്ന പേര് എന്താണ്, കണ്ടക്ടിവിറ്റി. എന്താണ്, സിഗ്മയെ വിളിക്കുന്ന പേരാണ് എന്ത്, കണ്ടക്ടിവിറ്റി. മറന്നു പോകണ്ട, സിഗ്മയുടെ പേര് എന്താണ്, കണ്ടക്ടിവിറ്റി. മറക്കണ്ട കേട്ടോ, സിഗ്മയുടെ പേര് കണ്ടക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ സിഗ്മയുടെ പേര് കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സിഗ്മ ഇസ് ഈക്വൽ ടു 1/ρ എന്ന് കൊടുക്കുക. റോ ഇസ് റെസിസ്റ്റിവിറ്റി, റെസിസ്റ്റൻസിന് ഓപ്പോസിറ്റ് ആണ് കണ്ടക്റ്റൻസ്. അപ്പോൾ സിഗ്മ ഈക്വൽ ടു 1/ρ എന്ന് നമുക്ക് പറയാം. സോ വാട്ട് ഈസ് റോ, റെസിസ്റ്റിവിറ്റി. എന്താണ്, റെസിസ്റ്റിവിറ്റി. അപ്പോൾ സിഗ്മ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം, 1/ρ എന്ന് കൊടുക്കാം. ഇനി നമുക്കറിയാം സിഗ്മ ആരാണ്, NE മ്യൂ ആണ്. അപ്പോൾ റോ ആരാണ്, 1/NE മ്യൂ ആണ്. റോ ആരാണ്, 1/NE മ്യൂ എന്ന് നമ്മൾ എഴുതി. റോ ഇസ് ഈക്വൽ ടു 1/NE മ്യൂ. ഓക്കെ, അപ്പോൾ നമ്മൾ അത്രയും കാര്യങ്ങൾ എഴുതും. അപ്പോൾ J എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിഗ്മ E ആണെന്നറിയാം. ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് E/ρ. ഓക്കെ, എന്ത് കൊടുക്കാം, E/ρ എന്ന് കൊടുക്കാം. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റ് കഴിഞ്ഞു. നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് ഇനി പോവുകയാണ്. ഇവിടെ ശ്രദ്ധിച്ചോളൂ, നമുക്ക് കറണ്ടിൻ്റെ ഇക്വേഷൻ നമുക്ക് ഒന്നുകൂടെ എടുക്കാം. നമ്മൾ I ഇസ് ഈക്വൽ ടു, ഓക്കെ, I ഇസ് ഈക്വൽ ടു നമ്മൾ എന്താ എഴുതിയേ, NE/VD എന്നെഴുതി. അപ്പോൾ I/A എന്തായി, NE/VD എന്നുമായി. I/A എന്തായി, NE/VD എന്നുമായി. അപ്പോൾ അത് മറക്കണ്ട. ഇനി നെക്സ്റ്റ് കാര്യത്തിലേക്ക് ഇവിടെ നിങ്ങൾ നോക്കിക്കോളുക. നെക്സ്റ്റ് എന്താണ് പറയുന്നത് ശ്രദ്ധിച്ചോളുക. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതനുസരിച്ചിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ നമുക്കിന്നത് ഫോം ചെയ്യാം. ഓക്കെ, നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. ഇനി ഇവിടെ I/A ഈസ് ഈക്വൽ NE/VD എന്ന് പറഞ്ഞു നിർത്തി. ഓംസ് ലോ നമ്മൾ പറഞ്ഞിരുന്നു. അക്കോർഡിംഗ് ടു ഓംസ് ലോ, V is equal to I/R. സോറി, V is equal to IR എന്ന് നമ്മൾ എഴുതി അല്ലേ. അല്ലെങ്കിൽ I is equal to നമുക്ക് V/R എന്ന് കൊടുക്കാം. I is equal to നമുക്ക് എന്ത് കൊടുക്കാം, V/R എന്ന് കൊടുക്കാം. അപ്പോൾ ഈ രണ്ട് ടേമുകൾ വെച്ചിട്ട് നമ്മൾ ഇനി കമ്പയർ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഈ രണ്ട് ടേമിനെ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ പോവുകയാണ്. നിങ്ങളിവിടെ ശ്രദ്ധിച്ചോളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പണ്ട് പഠിച്ച ചില ഇക്വേഷൻസിലേക്ക് നമുക്ക് പോകേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. സോ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ള കാര്യം, ഇതിനകത്ത് നമുക്ക് കറണ്ടിൻ്റെ ഇക്വേഷൻ നമുക്കിവിടെ നോക്കാം. അതായത് J ഇസ് ഈക്വൽ ടു സിഗ്മ E എന്ന് ഞാൻ പഠിപ്പിച്ചു. സിഗ്മയെ 1/ρ എന്ന് പഠിപ്പിച്ചു. ഇനെ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ ലെങ്ത് എന്ന് എഴുതാനും പഠിപ്പിച്ചു. Jനെ I/A എന്ന് എഴുതാം. വാട്ട് ഈസ് I/A? I/A ഈസ് 1/ρ ഇൻറ്റു V/L എന്ന് എഴുതാം അല്ലേ. അപ്പോൾ വാട്ട് ഈസ് V? V ഈസ് റോ
എൽ ഐ ബൈ എ എന്ന് എഴുതാം. അപ്പോൾ റോ എൽ ബൈ എ ഇൻറ്റു ഐ എന്ന് വി എന്ന് എഴുതാം. അപ്പോൾ വി ഈസ് ഈക്വൽ ടു എന്താ? റോ എൽ ബൈ എ ഇൻറ്റു ഐ അല്ലേ? പക്ഷേ വി ഈക്വൽ ടു എന്താണ്? ഐ ആർ ആണ്. വി ഈസ് ഈക്വൽ ടു ഐ ആർ ആണ്. അപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾ കണ്ടോ, ഐ ഇതാ ഇവിടെ കിടപ്പുണ്ട്, ആർ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ആറിനൊരു ഇക്വേഷൻ കിട്ടി. ആർ റെസിസ്റ്റൻസ് ആണ് അല്ലേ? ആർ എന്ന് പറയുന്നത് എന്താണ്? റെസിസ്റ്റൻസ് ആണ്. വി പ്രപ്പോർഷണൽ ടു ഐ ആണ്. അപ്പോൾ വി ഈക്വൽ ടു ഐ ആർ. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ആർ മീൻസ് എന്താണ്? ഇറ്റ്സ് എ റെസിസ്റ്റൻസ് ഓഫേർഡ് ടു കറണ്ട്. റെസിസ്റ്റൻസ് ഓഫേർഡ് ടു കറണ്ട്. അപ്പോൾ ആ റെസിസ്റ്റൻസിൻ്റെ ഫോർമുല ഇവിടെ കിട്ടി. എന്താ റെസിസ്റ്റൻസിൻ്റെ ഫോർമുല? റോ എൽ ബൈ എ. പണ്ട് 10th പഠിച്ചതാണ്, ഞാൻ ഡിറൈവ് ചെയ്തു. So what's the formula of resistance? Rho L by A. So resistance in the formula മറക്കണ്ട. resistance in the formula എന്താണ്? Rho L by A എന്ന് നമ്മൾ പറഞ്ഞു. So resistance in the formula നിങ്ങൾ ആരും മറക്കരുത്. resistance in the formula എന്താണ്? Rho L by A എന്ന് പറഞ്ഞു. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത നെക്സ്റ്റ് സെക്ഷനിലേക്ക് നോക്കാം. resistance is equal to Rho L by A. ഇനി അടുത്ത കാര്യം, റെസിസ്റ്റൻസിനെ നമുക്ക് വേറൊരു രീതിയിലേക്ക് ഇക്വേഷനിലേക്ക് മാറ്റണം. ഓക്കെ, റെസിസ്റ്റൻസിനെ വേറൊരു രീതിയിലേക്ക് നമുക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചില കാര്യങ്ങൾ അറിയാം. ഓക്കെ, കറണ്ടിൻ്റെ ഇക്വേഷൻ എടുത്താൽ എൻ ഇ എ വി ഡി. എൻ ഇ എ വി ഡിനെ എങ്ങനെ എഴുതാം? ഇ ഇ ബൈ എം ഇൻറ്റു ടോ എന്നെടുക്കും. ഓക്കെ, ഐ ഇസ് ഈക്വൽ ടു എൻ ഇ എ ഇ. ഇലക്ട്രിക് ഫീൽഡിന് എന്ത് കൊടുക്കുക? വി ബൈ എൽ. സോ വി ബൈ എം എൽ ഇൻറ്റു ടോ അല്ലേ? ഇനി നമുക്കറിയാം വി ഇസ് ഈക്വൽ ടു ഐ ആർ ആണ്. അപ്പോൾ ഐ ഡിവൈഡഡ് ബൈ വി എന്താണ്? സോറി, വി ഡിവൈഡഡ് ബൈ ഐ എന്താണ്? ആർ ആണ്. വി ഡിവൈഡ് ബൈ ഐ ആർ ആണ്. അപ്പോൾ അത് ഈ ഇക്വേഷൻ നോക്കുക. ഈ ഇക്വേഷനിൽ ഐ ഉണ്ട്, വി ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനെ മാറ്റി എഴുതാം. സോ വി ബൈ ഐ ഇസ് ഈക്വൽ ടു വി ബൈ ഐ ഇസ് ഈക്വൽ ടു എം എൽ ഡിവൈഡഡ് ബൈ എൻ ഇ സ്ക്വയർ എ ടോ. സോ ദാറ്റ് ഈസ് ആക്ച്വലി വാട്ട്? റെസിസ്റ്റൻസ്. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ വേറൊരു ഫോർമുല റോ എൽ ബൈ എ ഒന്ന് പഠിച്ചു. അടുത്ത ഫോർമുല എന്താണ്? എം എൽ ബൈ എൻ ഇ സ്ക്വയർ എ ടോ. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് നോക്കാം റെസിസ്റ്റൻസ് എന്താണ്? റോ എൽ ബൈ എ ആണ്. റെസിസ്റ്റൻസ് റോ എൽ ബൈ എ. ഇപ്പോൾ ഇവിടെ ആരുണ്ട്? എൽ ബൈ എ ഉണ്ട്. ബാക്കിയുള്ള ടേം എന്തായിരിക്കും? റെസിസ്റ്റിവിറ്റി ആയിരിക്കും. സോ വാട്ട് ഈസ് റെസിസ്റ്റിവിറ്റി? റെസിസ്റ്റിവിറ്റി ഈസ് ഈക്വൽ ടു എം ബൈ എൻ ഇ സ്ക്വയർ ടോ. അപ്പോൾ അടുത്ത ഇക്വേഷൻ കിട്ടി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്ര ഇക്വേഷൻസ്. അപ്പോൾ റെസിസ്റ്റിവിറ്റി ഇക്വേഷൻ എന്താണ്? എം ബൈ എൻ ഇ സ്ക്വയർ ടോ. അപ്പോൾ റെസിസ്റ്റിവിറ്റി എന്നൊരു കൺസെപ്റ്റ് ഇവിടെ നമ്മളിവിടെ പഠിച്ചു. എം ബൈ എൻ ഇ സ്ക്വയർ ടോ. ഓക്കെ.